ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത്, ഞാൻ നഴ്സറിയിൽ നിന്നൊരു പെറ്റൂണിയ ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനൊന്ന് ചട്ടിയിലേക്ക് മാറ്റുന്നതാണ് കാണിക്കുന്നത്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മണൽ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് എംസാൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്നത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, മുട്ടത്തോട് പൊടിച്ചതും പഴത്തൊലി ഉണക്കി പൊടിച്ചതും പിന്നെ ചായപ്പൊടിയും കൂടിയുള്ള ഒരു മിക്സാണ്. ഇത് ചാണകപ്പൊടിയാണ്. പിന്നീട് ചേർക്കുന്നത് കുറച്ച് ചകിരിച്ചോറാണ്. ഇതെല്ലാം കൂടെ മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ മണ്ണിലേക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതും പഴത്തൊലി ഉണക്കി പൊടിച്ചതും ചായപ്പൊടിയുള്ള മിക്സ് ഇട്ട് കൊടുത്തു. പിന്നീട് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാണകപ്പൊടി കുറച്ചുകൂടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. പെറ്റൂണിയ ചെടിക്ക് നല്ല ഇളക്കമുള്ള നീർവാഴ്ചയുള്ള മണ്ണാണ് ആവശ്യം. അതിനാൽ മണൽ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ മുട്ടത്തോട് ഇട്ട് കൊടുത്താൽ അതും മണ്ണിന് നല്ല ഇളക്കം കിട്ടും. മുട്ടത്തോട് ഇട്ട് കൊടുത്താൽ പിന്നീട് ഈ ഒച്ചിൻ്റെ ശല്യമൊക്കെ ഒഴിവായി കിട്ടും. പെറ്റൂണിയ ചെടി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലാണ് കൂടുതൽ പൂവുണ്ടാവുന്നത്. നന കുറച്ച് മാത്രം മതിയാവും. പഴത്തൊലിയും മുട്ടത്തോടും ഒക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ചെടി വേഗത്തിൽ തന്നെ പൂവിടാൻ സഹായിക്കുവേ. ചെടി നടാനായി ഞാനിവിടെ ഒരു ഹാങ്ങിങ് പോട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു പോട്ടാണ്. അതിലേക്കാണ് ചെടി നട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാനായി അതിൽ കുറച്ച് ഓട്ടിൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പോട്ടി മിക്സ് തയ്യാറാക്കിയത് ഒരു ചെടിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എൻ്റെ കയ്യിൽ വേറെയും കുറച്ച് ചെടികളുണ്ട്. അതും കൂടെ നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സാണിത്. അങ്ങനെ പോട്ടിയിൽ ഓട്ടിൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തു. പിന്നീട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ ചെടിയെ ഇതിലേക്ക് ഇറക്കി വെക്കാൻ. അതിനായി ഞാൻ ഈ ചെടിയുടെ കവറ് മുറിച്ച് മാറ്റുന്നുണ്ട്. നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന മണ്ണ് നല്ല കട്ട ചളി പിടിച്ച അതുപോലത്തെ മണ്ണായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചെടിക്ക് വേരോട്ടം കിട്ടാൻ പ്രയാസമായിരിക്കുമേ. അതുകൊണ്ട് അതിൻ്റെ അടിയിലത്തെ കുറച്ച് മണ്ണ് മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. അടിഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണ് ഇളക്കി കൊടുക്കുക. ബാക്കി അതേപോലെ തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെ വേരിന് എന്തെങ്കിലും ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ ചെടി വേഗത്തിൽ നശിച്ചു പോകും. അങ്ങനെ കുറച്ച് മണ്ണ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി അതുപോലെ തന്നെ അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതിൻ്റെ ചുറ്റും നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ അതിൻ്റെ ചുറ്റും പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നന്നായി നനച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നന്നായി നനച്ചു കൊടുക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ കുറച്ചായി നനച്ചാൽ മതിയാകും. അങ്ങനെ പോട്ടി മിക്സ് ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ നടുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ. ഇതേപോലെ ഞാൻ നട്ടുവെച്ച ഈ ചെടി തന്നെ പിന്നീട് ഈ പൂവുകളൊക്കെ പോയി പുതിയ പൂക്കൾ വന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷേങ്കിൽ ഇതിൻ്റെ പൂവിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. കളറൊക്കെ മാറിയിട്ടാണ് ഉള്ളത്. ഇങ്ങനെയാണ് ഉള്ളത്. പൂവിൻ്റെ ആ ഡബിൾ കളർ മാറിയിട്ട് ഇപ്പോൾ സിംഗിൾ കളറാണ് വന്നിട്ടുള്ളത്. അതെന്താണെന്നറിയില്ല. ഇപ്പോൾ ഇതിന് കുറേ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ബായ്.